പുതിയ ഗവൺമെൻറ് കേരളത്തിൽ അധികാരത്തിൽ വന്നതിന് ശേഷം ആദ്യം കടന്നു വരുന്ന ഒരു ആഘോഷം എന്നുള്ള നിലക്ക് പെരുന്നാളിന് മുമ്പ് കേരളത്തിലെ ക്ഷേമ പെൻഷനുകളുടെ വിതരണം പൂർത്തിയാക്കണമെന്നുള്ള ഉദ്ദേശത്തോടുകൂടിയാണ് കേരള ഗവൺമെൻറ് 25-ാം തീയതി കേരളത്തിൽ പെൻഷൻ അനുവദിക്കണം എന്നുള്ള സർക്കുലർ കേരളത്തിലെ ഉദ്യോഗസ്ഥ വൃന്ദങ്ങൾക്ക് കൃത്യമായി പെൻഷൻ 25-ാം തീയതി അനുവദിക്കണമെന്നുള്ള സർക്കുലർ പുറപ്പെടുവിച്ചത്. പക്ഷേ കണ്ണൂർ ജില്ലയിലെ പല പ്രദേശങ്ങളിലും CPIMൻ്റെ അധീനതയിലുള്ള ബാങ്കുകളിൽ, സഹകരണ ബാങ്കുകളിൽ, ധനകാര്യ സ്ഥാപനങ്ങളിൽ പെൻഷൻ വിതരണം മനഃപൂർവ്വം മുടക്കിക്കിടക്കുന്ന ഒരു സാഹചര്യം. സർക്കാർ പെൻഷൻ അനുവദിച്ചിട്ടില്ല എന്നുള്ള രീതിയിൽ കള്ളപ്രചരണം നടത്തുന്നതിന് വേണ്ടി 25-ാം തീയതി അനുവദിച്ച പെൻഷൻ 25-നോ 26-നോ വിതരണം ചെയ്യാതെ 27-നും 28-നും പൊതു അവധിയാണ്, സ്വാഭാവികമായും ആ 2 ദിവസങ്ങളിൽ വിതരണം ചെയ്യേണ്ട എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി ഈ പെൻഷൻ വിതരണം മുടക്കുകയും അതേ ധനകാര്യ സ്ഥാപനങ്ങളിലെ പാർട്ടിക്കാരായ സ്റ്റാഫ് ഉൾപ്പെടെയുള്ള ആളുകൾ സർക്കാർ പെരുന്നാളിന് പെൻഷൻ മുടക്കിയ സർക്കാർ എന്നുള്ള രീതിയിൽ കള്ളപ്രചരണം സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ വഴി, CPIMൻ്റെ സൈബർ ഹാൻഡിലുകൾ വഴി അവർ കള്ളപ്രചരണം നടത്തിയ ആ ഒരു സാഹചര്യത്തിലാണ് യൂത്ത് കോൺഗ്രസ് ഇന്ന് ജോയിൻറ്റ് രജിസ്ട്രാറെ ഇവിടെ കാണുന്നതിന് വേണ്ടിയും ഇതിൻ്റെ നിജസ്ഥിതി എന്താണ് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയുമാണ് ഞങ്ങൾ ഇന്നിങ്ങോട്ട് കടന്നു വന്നത്. അപ്പോൾ നിങ്ങൾക്കെല്ലാവരും, മാധ്യമ സുഹൃത്തുക്കളെല്ലാവരും കണ്ടതുപോലെ തന്നെ ജോയിൻറ്റ് രജിസ്ട്രാർ കൃത്യമായി പറഞ്ഞു 25-ാം തീയതി സർക്കാർ പെൻഷൻ നൽകാൻ ഉത്തരവായിട്ടുണ്ട് എന്നും 25-നും 26-നും ജില്ലയിലെ പല ധനകാര്യ സ്ഥാപനങ്ങളിലും, പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ ഭരണസമിതികളുള്ള ധനകാര്യ സ്ഥാപനങ്ങളിലൊക്കെ 25-നും 26-നും പെൻഷൻ വിതരണം പൂർത്തിയാക്കുകയും എന്നാൽ 1-2 ധനകാര്യ സ്ഥാപനങ്ങൾ ഇൻറ്റൻഷ്യലി ആ പെൻഷൻ വിതരണം മനഃപൂർവ്വം തടഞ്ഞു വെക്കുകയും ചെയ്തു എന്നുള്ളത് ജോയിൻറ്റ് രജിസ്ട്രാർ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അവർ ഇന്ന് തന്നെ ആ പെൻഷൻ പൂർത്തീകരിക്കുമെന്നുള്ള ഉറപ്പിൻ്റെ പുറത്താണ് ഞങ്ങൾ ഒരു ചെറിയ സൂചനാ സമരവുമായാണ് ഇങ്ങോട്ട് കടന്നു വന്നത്. ആ ഉറപ്പിൻ്റെ പുറത്ത് ഞങ്ങൾ അവസാനിപ്പിക്കുകയാണ്. ഞങ്ങൾ അദ്ദേഹത്തോട് പറയാനുള്ളത്, CPIMനെ വിടുപണി ചെയ്യുന്ന ഉദ്യോഗസ്ഥർ, കേരള സർക്കാരിൻ്റെ ഭാഗമായി ഇന്നും പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥർ, അവരുടെ രാഷ്ട്രീയം വീണ്ടും ഈ തരത്തിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനാണ് അവർ ഉദ്ദേശിക്കുന്നതെങ്കിൽ യൂത്ത് കോൺഗ്രസ് അവരെ കൈകാര്യം ചെയ്യുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഇനി ജനങ്ങൾക്ക് കിട്ടേണ്ട അവകാശങ്ങൾ ഭരണത്തെ അല്ലെങ്കിൽ സർക്കാരിനെ കരിവാരിത്തേക്കുന്നതിന് വേണ്ടി ഇത്തരം തടഞ്ഞു വെക്കുന്ന നടപടികളുമായി മുന്നോട്ട് പോയാൽ അത് കൃത്യമായ രീതിയിൽ ചോദ്യം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുമെന്നാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്.